നമസ്കാരം സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ജസ്ലരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈൻ മുബസറ പാർക്കിലാണ്. ജബ്ലഫീത്തിന്റെ താഴെയുള്ള മുബസറ പാർക്ക്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിക്കാനായിട്ട് അലൈനിൽ അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പെർ അവർ 25 dirhams അതിന് ചാർജ് വരുന്നത്. വീക്കിലി എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. സാറ്റർഡേ സൺഡേ രാവിലെ 10 മുതൽ 12 മണി, നൈറ്റ് 12 മണി വരെ ഓപ്പൺ ആണ്. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ 10 മുതൽ 11 മണി വരെയാണ് ഇവിടെ ഓപ്പൺ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സ്വിമ്മിംഗ് എക്സസൈസ് കൊടുക്കുക, അതുപോലെ അവർ നീന്തൽ പഠിപ്പിക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് 25 dirhams പെർ അവറിന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല, അത്ര ആഴമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ എൻ്റെ ഇത്ര മുതൽ ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ ഇത്ര വെള്ളമൊക്കെ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ജാക്കറ്റ് നിങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാം. ഇത് നമ്മളുടെ ലോട്ടസിൽ 11 dirham ഉള്ളതിന് 11 dirham. അപ്പോൾ 8 dirhams ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂസ് ചെയ്യുക. മക്കൾക്ക് ഇതുപോലെ വെള്ളത്തിൽ സ്വിം ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് അലൗഡ് അല്ല. അപ്പോൾ കാറിനുള്ളിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കൂടുതൽ വിശേഷം വീഡിയോ തരാം. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. അതിപ്പോൾ ഷവർ ചെയ്തിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് വരുന്നവരുടെ മേലുള്ള ബാക്ടീരിയാസ് നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഷവർ ചെയ്തതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പറയുന്നത്. പിള്ളേർ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. ഞാൻ ഇറങ്ങിയിട്ടില്ല. ലൈഫ് ജാക്കറ്റ് ഞാൻ ലോട്ടസിൽ തന്നെ വാങ്ങിയത് കേട്ടോ. 11 dirhams ഒരു ലൈഫ് ജാക്കറ്റിന് വരുന്നത്. ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. മക്കള് ഭയങ്കര ഹാപ്പി ചില്ല് കുത്തിരിക്കണേ. Come on, yeah, come on, yeah, come on, come. നമ്മൾ മലയാളികൾ പിന്നെ വെൽ പ്രിപ്പയർ ആയിട്ടുള്ള പോവാം. ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ടൊക്കെ വന്നേ. അപ്പോൾ ഒരു അറബി വന്നിട്ട് ആ ലൈഫ് ജാക്കറ്റ് എന്ത് വിലയുണ്ടെന്നൊക്കെ ചോദിച്ചു. കാരണം അവരുടെ കുട്ടികളൊന്നും ഇല്ലാണ്ട് വന്നേ. നമ്മളെ മക്കൾ നല്ല മക്കളല്ലേ. അപ്പോൾ എടുത്ത് ചാടിക്കായിട്ട് നല്ല വെള്ളം കുടിക്കട്ടാന്ന് വെച്ചിട്ടാ ഞാൻ അതൊക്കെ ഇട്ട് വന്നത്. മിഡിൽ അടിപൊളിയാ. നീന്തൽ പഠിച്ചാ? നീന്താൻ പഠിച്ചാ? ഓ, എന്റെ ഏറ്റവും ചെറിയ വാൽമാക്രീനൊക്കെ എടുത്ത് കാണിക്കണത്. ആളൊരു പേടിക്കൂടാ പേര്. വല്ലപ്പോഴൊക്കെ ഒരു 25 dirhams ചിലവാക്കി നമ്മളെ മക്കൾ ഇതുപോലെ കൊണ്ടുവന്നാൽ അതൊരു ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ലേഡീസിന് ഇൻസൈഡ് അലൗഡ് അല്ല, ലേഡീസിന് വേറെ സ്വിമ്മിംഗ് പൂളാണുള്ളത്. അപ്പോൾ ജെൻസിന് മാത്രമേ ഇതിനുള്ളിലേക്ക് അലൗഡ് ഉള്ളൂ കേട്ടോ. നീന്താനുള്ള ആദ്യ പടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോ ദി സെന്റർ. സ്വിം അങ്ങനെ കാണിക്കില്ല. അത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് മടിയൊന്നും ഉണ്ടാവില്ല. നല്ല കുട്ടികൾക്ക് ഇതേപോലെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയ അവർക്കത് സ്വിമ്മിങ് പഠിക്കാനായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള എക്സർസൈസും കൂടിയാണ്. ഈ അടുത്തൊന്നായി എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള അലൈനിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.